Hi, hello, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും എങ്ങനെ ഐബ്രോസ് ഇങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ ഒരുപാട് ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഇൻകളർ കോസ്മെറ്റിക്സിൻ്റെ ജെൽ ലൈനർ ആൻഡ് സ്മഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജെൽ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡുമാണ് വരുന്നത്. ആൻഡ് ഓൾസോ 2 കുട്ടി ബ്രഷസ് വരുന്നുണ്ട്. നമുക്ക് ഐലൈനർ ലൈക്ക് ഇത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യാം. ആൻഡ് ഇത് ലൈനർ വരയ്ക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. സോ 2 കുഞ്ഞു ബ്രഷസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ബ്ലാക്ക് ആൻഡ് ഇതാണ് ബ്രൗൺ ഷെയ്ഡ്, അതായത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഐലൈനറായിട്ടും യൂസ് ചെയ്യാമത്. ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ കോലം ഭയങ്കര വല്ലാണ്ടിരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് എന്താ പറയുക ഡ്രൈ ആയി പോകും. അപ്പോൾ ക്യാപ്പൊക്കെ കറക്റ്റ് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസസ് ഒരുപാടാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ജെൽ ഐലൈനറാണ്. ഞാൻ പെൻസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. നമുക്ക് എന്ത് ലുക്ക്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഐബ്രോസ് പ്രസൻറ്റ് ചെയ്യാൻ ഇഷ്ടം, അതനുസരിച്ച് ഏത് പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്തിട്ടില്ല, 2 ഐബ്രോസ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഐബ്രോസിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. എപ്പോഴും നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാണ്ട് ഈ ഒരു സെൻറ്റർ, അതൊരു നടുക്കുന്നായിട്ട് ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ താഴേന്ന് ഞാൻ ഫില്ല് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ആ ഒരു ഷേപ്പ് ഞാൻ വരച്ച് എടുക്കുവാണ്. അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് ആദ്യം യൂസ് ചെയ്യുക, പയ്യെ ബിൽഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഹെയറിൻ്റെ അതേ ഡിറക്ഷനിൽ മേളിലേക്ക് തന്നെ ബാക്കി ആ ബ്രഷിലുള്ള പ്രോഡക്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പയ്യെ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് ഫില്ല് ചെയ്ത് ഗ്യാപ്പ് എല്ലാം കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്ത് ഫില്ല് ചെയ്തെടുക്കുക. അറ്റ് എ ടൈം ഒരുപാട് പ്രോഡക്റ്റ് എടുക്കാണ്ട് പയ്യെ ബിൽഡ് ചെയ്തെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഇതിപ്പോൾ അത്യാവശ്യം ഓക്കെ ആയി വന്നെന്ന് തോന്നുന്നു അല്ലേ? നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർന്നു കഴിഞ്ഞിട്ടുള്ള മസ്കാരയുടെയൊക്കെ ബോട്ടിൽ കാണത്തില്ലേ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തീർന്നൊരു മസ്കാരയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ബ്രഷ് എടുത്തിട്ട് ഇതിന്ന് പ്രോഡക്റ്റ് എല്ലാം നന്നായിട്ട് കളയണം. കാരണം ഇതിനകത്ത് പ്രോഡക്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവരുത്. കാരണം ആ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ ഭയങ്കര വിയോർഡായിട്ട് തോന്നും പിന്നെ നമ്മളിത് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ ഒരു തീർന്നൊരു മസ്കാരയുടെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റം അറിയാൻ പറ്റും. ലൈക്ക് ഐബ്രോസ് കുറച്ചും കൂടെ നന്നായിട്ട് ഒരു പ്രസൻറ്റബിളായിട്ടൊക്കെ വരും. കാരണം നമ്മൾ ആ എഴുതി വെച്ച ആ ഒരു ആർട്ടിഫിഷ്യൽ സംഭവം ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ ഈ ഐബ്രോസ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെ ഈ സൈഡിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും കറക്റ്റ് ഇതുപോലെ വരും. ലെഫ്റ്റ് സൈഡിൽ ഐബ്രോസ് ഫില്ല് ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ റൈറ്റ് സൈഡും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ഐബ്രോസ് ചെയ്തെടുക്കാറ്. ആൻഡ് കുറച്ചും കൂടി ഡാർക്കറായിട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഡാർക്കറായിട്ടൊക്കെ ചെയ്തെടുക്കും. നമുക്ക് ഈ മേക്കപ്പിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ചില ദിവസം ഞാൻ ചെയ്യുമ്പോൾ നന്നായിട്ട് വരും, ചില ദിവസം ഐബ്രോസ് ഭയങ്കര മോശമായിട്ടും വരും. ഞാനിപ്പോൾ യൂസ് ചെയ്ത ഈ സെയിം ഐലൈനർ ജെൽ തന്നെ മേടിക്കണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ മേടിച്ചാൽ മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.